നമസ്കാരം. അപ്പോൾ ഇന്നൊരു അൾട്ടിമേറ്റ് ഫുഡി ഡേ ആണ് കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, വല്ലാത്ത ആഹാരത്തോട് കൊതി തോന്നുന്ന ദിവസങ്ങളാണ്. ഇന്ന് അങ്ങനെ ഭയങ്കര ഒരു ക്രേവിങ്സ് ആയിട്ട് ഞങ്ങൾ വന്നത് പഴങ്കഞ്ഞി കുടിക്കാനാണ് കേട്ടോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഫുഡ് വ്ളോഗുകളാണല്ലോ. അതെല്ലാം കാണുമ്പോൾ അപ്പോൾ സേവ് ചെയ്ത് വെച്ച് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ആ സ്ഥലങ്ങൾ അന്വേഷിച്ച് ഇറങ്ങും. ശരിക്കും ഈ പഴങ്കഞ്ഞി കൊതി എനിക്കല്ല കേട്ടോ, അതേ ഇരിക്കുന്നു പഴങ്കഞ്ഞി കൊതിയൻ. ശരിക്കും വീഡിയോ കണ്ട് നമ്മൾ അന്വേഷിച്ചിറങ്ങിയ സ്ഥലം ഇതല്ല. എന്തായാലും സാരമില്ല, പഴങ്കഞ്ഞി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മൺചട്ടിയിൽ പഴങ്കഞ്ഞി എത്തി. കഞ്ഞിയിൽ തൈര് ഇട്ടിട്ടുണ്ട്, നമ്മുടെ കപ്പ ഇട്ടിട്ടുണ്ട്, പിന്നെ നല്ല ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, മല്ലിയില ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ തന്നെ ജസ്റ്റ് ആ കഞ്ഞി മാത്രമായിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ തന്നെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഞാൻ ആദ്യം ആ സൈഡ് ഡിഷൊന്നും എടുക്കാണ്ട് ആദ്യം കഞ്ഞി മാത്രം കഴിച്ച് നോക്കി. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ വന്നതിൽ ഒരു നഷ്ടമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അത്രയും ടേസ്റ്റായിരുന്നു. അപ്പോൾ സൈഡ് ഡിഷ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ആക്ച്വലി ഉപ്പിലിട്ട മാങ്ങയാണ്, എനിക്കാദ്യം മനസ്സിലായില്ല. പിന്നെ ക്യാബേജ് തോരനുണ്ട്, പയർ തോരനുണ്ട്, പിന്നെ ഉണക്കമീൻ ഫ്രൈ ഉണ്ട്. പിന്നെ ഇതെല്ലാം കോംബോ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഫിഷ് ഫ്രൈ വാങ്ങാം. അപ്പം നമ്മൾ ചൂര മീൻ ഫ്രൈ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മീൻ കറിയും തരും കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് കയ്യിലെടുത്തിട്ട് ആ മീൻ കറി ആ ചോറിലേക്ക് ഒഴിച്ചിട്ട് കഴിച്ചിട്ടാ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു മീൻ കറി. പിന്നെ അതേ സൈഡ് ഡിഷ് എടുത്ത് കുറച്ച് കഴിച്ചു. ഓരോന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് ചൂരമീൻ ഫ്രൈയും കൂടെ എടുത്ത് കഴിച്ചു. ചൂരമീൻ ഫ്രൈ ഒരു രക്ഷയില്ലായിരുന്നു. ഈ പഴങ്കഞ്ഞി കുടിക്കുന്നതിൽ ഒരു ശാസ്ത്രീയ വശമുണ്ടല്ലോ, അത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് എല്ലാം കൂടി ആയിട്ടുള്ള ഒരു വെള്ളം അങ്ങോട്ട് കുടിക്കുകയാണ്. ഇപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും പഴങ്കഞ്ഞി കുടിച്ചിട്ട് ഞാൻ ഏത് അവസ്ഥയിലാണുള്ളത് എന്ന്. അങ്ങനെ കഴിച്ചെഴുന്നേറ്റപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അനങ്ങാൻ പറ്റുന്നില്ല എന്ന്. പഴങ്കഞ്ഞി കുടിച്ച് മത്ത് പിടിച്ച്, എന്നിട്ടും അഹങ്കാരം അങ്ങോട്ട് മാറിയില്ല. മെയിൻ ഫുഡ് കഴിഞ്ഞാൽ ഒരു സ്വീറ്റ് നിർബന്ധമാണല്ലോ. അങ്ങനെ പോകുന്ന വഴി ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഒരു ലഡു കഴിച്ചു. പിന്നെ അത് ലൈവായിട്ട് ഈ ചേട്ടൻ ഇവിടെ ഒരു ചെറിയ ഉള്ളിയുടെ ബജി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. വയറ് പൊട്ടാറായിരിക്കുവാണ്, എന്നാലും കുഴപ്പമില്ല, ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കാം. പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ കുറച്ച് സ്നാക്സ് വാങ്ങുന്നുണ്ട്. ശരിക്കും ഞങ്ങളിവിടെ ഇറങ്ങാൻ കാണുന്നത് ഈ ഒരു ലൈവ് ബോളി കണ്ടിട്ടാണ് കേട്ടോ. പക്ഷെ ബോളി മാത്രമില്ലായിരുന്നു, ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വയറൊന്ന് നേരെ ആവാനായിട്ട് ഇച്ചിരി സോഡ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ഇറങ്ങി. ഓരോ ഫ്ലേവറിലും കിട്ടുന്ന സർബത്ത് ഉണ്ടല്ലോ, അതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഫ്രൂട്ട് സർബത്തും ഉണ്ടായിരുന്നു. ഞാൻ ഈ ഗ്രേപ്പിൻ്റെ ഫ്ലേവറാണ് വാങ്ങിയത്. സുവിച്ചൻ മാംഗോയുടെ ഫ്ലേവറും വാങ്ങി. അപ്പോൾ ഇത് ഈ ആൻറ്റിയും അങ്കിളാണ് കേട്ടോ ഇവിടെ ഈ കട നടത്തുന്നത്. പാവമാണ് ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ഫാമിലി വന്നിറങ്ങിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വല്ലപ്പോഴാണ് ഒരുപാട് ആൾക്കാർ സർബത്ത് കുടിക്കാൻ വരുന്നത്, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേന്ന് പറഞ്ഞു. ആ അങ്കിളിന് സംസാരിക്കാൻ കഴിയില്ല, നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. ഈ ഒരു ഷോപ്പ് വരുന്നത് പൂജപ്പുര നമ്മുടെ നബാർഡ് ഗാർഡൻസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ ഇവിടുത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. വയറ് ശരിയാകാനാണ് ആക്ച്വലി ഇതൊക്കെ വാങ്ങി കുടിച്ചത്. പക്ഷേ ഇതും കൂടെ കുടിച്ചപ്പോഴേക്കും ശരിക്കും എൻ്റെ വയറ് ബലൂൺ പോലെയായി. ഞാനത് ഫുൾ കുടിച്ചില്ല, ബാക്കി ഞാൻ സുബിച്ചനെ കൊണ്ട് കുടിപ്പിച്ചു. ശരി, ബൈ. പിന്നെ എനിക്ക് വീട്ടിലെത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. No sign of love and you're scared of water.